ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ 1ാം ക്ലാസ്സിലെ ഹോങ് ഹോങ് ടു ടു എന്നുള്ള പാഠം ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ, അതിൻ്റെ 5ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 4 ഭാഗങ്ങളുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ടാവും, ചാനലിലുണ്ടാവും. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. അപ്പം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളെ ടീച്ചിങ് ഹാൻഡ് ബുക്കിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അതനുസരിച്ചാണ് പോവുക. അപ്പോൾ ഓക്കെ, നമ്മൾ പുതിയ പേജാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ പേജ് നമ്മൾ പഠിച്ചു. എന്താണ് പിന്നെ നമ്മുടെ റെഡ് കാറും ബ്ലൂ ബസ്സും ഒക്കെ പറയണം. ഐ ഹാവ് എ ഹോൺ, ഐ ഹാവ് എ വീൽ, അങ്ങനെ ഓരോന്നും ഹാവ് എ സീറ്റ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളതാണ് പഠിച്ചത്. അങ്ങനെ നമുക്ക് ഇന്ന് തുടങ്ങുന്നത്, നമുക്കൊരു ഷാൽ വി പ്ലേ എ ഗെയിം ടുഡേ? നമുക്കിന്ന് കളിച്ചാലോ? ഷാൽ വി പ്ലേ എ ഗെയിം? ഒരു ഗെയിം കളിച്ചാലോ? ആർ യു റെഡി? നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമാണോ? ഗെയിം നല്ല ഇഷ്ടമല്ലേ? അപ്പം റെഡി ആയിട്ടിരിക്കുക. അപ്പം എല്ലാവരും പിന്നെ ചെയറിലാവൂലേ ഇരിക്കുന്നത്? അപ്പം നമ്മൾ പറയും പോലെ നിങ്ങൾ എന്ത് ചെയ്യണം. ഓക്കെ, ഗെയിമാണ്, ഗെയിമായിട്ട് തന്നെ കളിക്കുക. അപ്പോൾ ഓൾ റൈറ്റ്, ലെറ്റ്സ് സ്റ്റാൻഡ്. ഇപ്പം ഒന്ന് എണീറ്റ് നിന്നേ, ചെയറൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് എണീറ്റ് നിൽക്കുക. ഓക്കെ, റെഡി? ഓക്കെ, റെഡി. ഓക്കെ, അപ്പം എന്താണ്, എണീറ്റ് നിൽക്കുകയാണ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒരു സർക്കിളായിട്ട് ഓടണം, വട്ടത്തിലോടുക. നിങ്ങളെ റൂമിലാണെങ്കിൽ വട്ടത്തിൽ റൂമിൽ ഓടുക. എപ്പോഴാണ് ഓടേണ്ടത് എന്നറിയോ? ഞാൻ എന്താണ് നടക്കാൻ പറയുമ്പോൾ വാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നടക്കണം. വാക്ക് പറഞ്ഞാൽ അറിയാലോ അല്ലേ? അപ്പം വാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം? നടക്കണം. അതുപോലെ ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് എന്ന് നിൽക്കണം. വെരി ഗുഡ്. അങ്ങനെ അവിടെ നിൽക്കും. പിന്നെ ഞാൻ റൺ എന്ന് പറഞ്ഞാലോ? അപ്പോൾ ഓടണം. ഓക്കെ, റെഡി അല്ലേ? പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിൽക്കണം, വോക്ക് എന്ന് പറയുമ്പോൾ നടക്കണം, അതുപോലെ റൺ എന്ന് പറയുമ്പോഴോ ഓടണം. റെഡിയാണ്? എല്ലാവരും എണീറ്റ് നിന്നില്ലേ? ഓക്കെ, ഷാൽ വി വാക്ക് നൗ? ഷാൽ വി വാക്ക് നൗ? നമുക്ക് നടന്നാലോ? ഷാൽ വി നൗ? ഓക്കെ ഓക്കെ, അപ്പോൾ റെഡി? വാക്ക്, വാക്ക്, സ്റ്റോപ്പ്, വാക്ക്, റൺ, സ്റ്റോപ്പ്, വാക്ക്, വാക്ക്, സ്റ്റോപ്പ്, റൺ, വാക്ക്, റൺ, സ്റ്റോപ്പ്. അപ്പം എന്താണ്, സ്പീഡിൽ ഓടുന്ന ആളുകൾ പെട്ടെന്ന് സ്റ്റോപ്പ് പറയുമ്പോൾ അങ്ങനെ നിൽക്കാൻ പറ്റണില്ലേ? വീഴാനൊക്കെ പോകുന്നുണ്ട്. കണ്ടോ? ഒന്നും കൂടെ നോക്കൂ. നിങ്ങൾ സ്പീഡിൽ റൺ, സ്റ്റോപ്പ്, റൺ, സ്റ്റോപ്പ്. ബാലൻസ് ഇവിടെ രണ്ടാളും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ബാലൻസ് ഇട്ടാതൊക്കെ വീഴാൻ പോകുന്നുണ്ട്. അതെന്താണെന്നറിയോ? അതാണ് നമ്മുടെ വാഹനങ്ങളൊക്കെ അങ്ങനെയാണ്. ഓവർ സ്പീഡിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ ചവിട്ടിയിട്ട് നിർത്തിയാൽ എന്ത് സംഭവിക്കും? എപ്പോഴും നിർത്താൻ പറ്റുമോ? ഇല്ല അല്ലേ? ചില സമയത്ത് എന്ത് ചെയ്യും? അവർ സ്പീഡിൽ വണ്ടിയൊക്കെ ഓട്ടിയാൽ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നിൽക്കാൻ പറ്റാണ്ട് വണ്ടി മറിയുന്നതും കുത്തുന്നതും ഒക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ അല്ലേ? നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ വീഡിയോസിൽ കാണും, അങ്ങനെ പലപ്പോഴും കേട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, ഇതിൽ സാവകാശം ഓടിയവരോട് ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവർ വല്ലാണ്ടൊന്നും പെട്ടെന്ന് നിൽക്കാൻ പറ്റി. സ്പീഡിൽ റൺ ചെയ്തവർക്കോ ഒന്ന് വീഴാനൊക്കെ ഒന്ന് പോയില്ലേ? അതാണ് കേട്ടോ. അപ്പം നമ്മൾ സ്പീഡൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനി വലിയ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പരമാവധി സ്പീഡിലൊക്കെ പോകണം കേട്ടോ. നിങ്ങൾ നല്ല കുട്ടികളാണെന്നറിയാം. വെരി ഗുഡ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് കുറച്ച് വേർഡുകൾ പഠിച്ചു. എന്തൊക്കെയാണ്? അപ്പം എന്തൊക്കെ വേർഡ്സ് നമ്മൾ പഠിച്ചേ? സ്റ്റോപ്പ്, റൺ, വാക്ക്. എന്നാ ഒന്നുകൂടെ പറഞ്ഞേ. സ്റ്റോപ്പ്, റൺ, വാക്ക്. ഓക്കെ, ഇതെല്ലാവർക്കും വായിക്കാൻ പഠിഞ്ഞല്ലോ അല്ലേ? നോക്കൂ നമ്മുടെ പുതിയ പേജിലെ ലുക്ക് അറ്റ് ദി പിക്ചർ. ആ
ഒന്ന് നോക്കൂ, ആ പേജ് നമ്പർ പേജ് ഒന്ന് നന്നായി നോക്ക്. ആ, ഇനി എന്തൊക്കെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്? ആരൊക്കെയുണ്ട്? ലുക്ക് ഹിയർ. ആരൊക്കെയുണ്ട് ചിത്രത്തിൽ? ഒന്ന് പറഞ്ഞേ. നോക്കൂ, ആരൊക്കെയുണ്ട്? കൗണ്ട്, പിന്നെ hen, monkey, പോലീസ് ഓഫീസർ. പിന്നെന്താ നമ്മളാ ബ്ലൂ എന്തുണ്ട്? ആ, ബ്ലൂ ബസ് ഉണ്ട് അല്ലേ? അപ്പം എന്താണ്, ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആ പാടത്ത് ചിത്രത്തിലേക്ക് സൂക്ഷിച്ച് നോക്കിയേ. ആ, ഡസ് ദ ബസ് വാക്ക് ഓർ റൺ? നോക്കൊന്ന് പറഞ്ഞേ. ഡസ് ദ ബസ് വാക്ക് ഓർ റൺ? എന്താണ് ബസ് വാക്ക് ഓർ റൺ കണ്ടിട്ട് എന്താ തോന്നുന്നത്? റൺ. ആ, ബസ് വാക്ക് ചെയ്യാണോ റൺ ചെയ്യാണോ എന്നാ നിങ്ങൾക്ക് തോന്നിയത്? ആ, റണ്ണാണ് അല്ലേ. അതിൽ ബസ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഐ റൺ ഫാസ്റ്റ്. ബസ് എന്താ പറയുന്നത്? ഹൗ ഡസ് ഇറ്റ് റൺ? ആ, ഹൗ ഡസ് ഇറ്റ് റൺ? എങ്ങനെയാണ് ഈ ബസ് ഓടുന്നത്? ആ, അത് സ്പീഡിലാണ് അല്ലേ. ദ ബസ് റൺ ഫാസ്റ്റ്. അപ്പം എന്താണ് ബസ് എന്താ പറഞ്ഞത്? ഐ റൺ ഫാസ്റ്റ്. അപ്പം നമ്മൾ നിങ്ങളോട് ചോദിച്ചാൽ ഹൗ ഡസ് ഇറ്റ് റൺ? എങ്ങനെയാണ് ബസ് റൺ ചെയ്യുന്നത്? ഹൗ ഡസ് ബസ് റൺ? എങ്ങനെയാണ് ബസ് റൺ ചെയ്യുന്നത്? ഹൗ ഡസ് ഇറ്റ് റൺ? എങ്ങനെ ബസ് റൺ ചെയ്യുന്നത്? ആ, ദ ബസ് റൺ ഫാസ്റ്റ്. ഒന്ന് വായിച്ചേ. The bus run fast. ഒന്നും കൂടെ വായിച്ചേ. The bus run fast. അപ്പോൾ ഹൗ ഡസ് ദ ബസ് റൺ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? ഹൗ ഡസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഹൗ ഡസ് എങ്ങനെയാണ് ഇറ്റ് റണ്ണ്, ഈ ബസ് എങ്ങനെയാണ് ഓടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം എങ്ങനെ നമ്മൾ ഉത്തരം പറയണം? ഹൗ ഡസ് ഇറ്റ് റൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓടുന്നത്, എന്താ ഓടുന്നത് എന്ന് ആദ്യം പറയണം. എന്താ ഓടുന്നത്? ആ, അപ്പം അത് വെച്ചിട്ട് നമ്മൾ പറയണം ദ ബസ്. പിന്നെ ബസ് എന്താ ചെയ്യുന്നത്? റണ്ണാണോ വോക്കാണോ? ആ, അപ്പം ദ ബസ് റൺ. ബാക്കി എന്താണ്? സ്ലോ ആണോ ഫാസ്റ്റ് ആണോ? ആ, അപ്പം എങ്ങനെ പറയണം? ദ ബസ് റൺ ഫാസ്റ്റ്. ഇതേപോലെ ഇനി വേറെയും ചോദിക്കും കേട്ടോ. കാറിനെ ചോദിക്കും, എല്ലാത്തരം ചോദിക്കും. അപ്പം നിങ്ങൾ പറയണം വാട്ട് അബൌട്ട് ദ കാർ? അങ്ങനെ ബസ് എന്താണ് സ്പീഡിലാണല്ലേ ഓടുന്നത്. അപ്പം നമ്മളെ കാറോ നമ്മൾ അപ്പുറത്തെ പേജ് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ബസ് എന്താ പറഞ്ഞത്? ഐ റൺ ഫാസ്റ്റ്. ഞാൻ എന്താണ് സ്പീഡിൽ ഓടുന്നുണ്ട് എന്ന്. വാട്ട് അബൌട്ട് അവർ കാർ? അപ്പം നമ്മളെ കാറോ നോക്കൂ, ലുക്ക് അറ്റ് ദി പിക്ചർ. കാർ എങ്ങനെയാണ് ഓടുന്നത്? എന്തോ പറയുന്നുണ്ട്. എന്താണ്? മീ ടു. എന്താണ്? മീ ടു. ആ, അപ്പോൾ നമ്മൾ ബസ് പറഞ്ഞു ഐ റൺ ഫാസ്റ്റ്. ഞാൻ സ്പീഡിൽ ഓടുന്നു പറഞ്ഞിട്ട് ബസ് സ്പീഡിൽ ഓടാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ കാർ എന്താ പറഞ്ഞത്? മീ ടു. ഞാനും. മീ ടു പറഞ്ഞാൽ എന്താണ്? ഞാനും അല്ലേ, ഞാനും സ്പീഡിൽ ഓടുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മളെ കാർ എന്താണ്? വാട്ട് അബൌട്ട് ദ കാർ? ഡസ് ഇറ്റ് വാക്ക് ഓർ റൺ? ഡസ് ഇറ്റ് വാക്ക് ഓർ റൺ? റൺ. നമ്മുടെ കാറും എന്താണ്? ഓടുകയാണല്ലേ. അപ്പം ഡസ് എന്താ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഡസ് ചേർത്താൽ കേട്ടോ. ഹൗ സ്ലോ ഓർ ഫാസ്റ്റ്? സ്ലോ ഓർ ഫാസ്റ്റ്? ആ, അപ്പം എന്താണ്? കാറും ഫാസ്റ്റാണ്. അപ്പം നമ്മളെങ്ങനെ പറയും? നമ്മളെ കാറും പറയാണ് ഐ റൺ ഫാസ്റ്റ്. അപ്പം നമ്മൾ കാറ് സ്പീഡിൽ ഓടുന്നുണ്ട് എന്ന് എങ്ങനെ പറയും? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ബസ് സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു. ദ ബസ് റൺ ഫാസ്റ്റ്. അപ്പോൾ കാർ സ്പീഡിൽ പോകുന്നുണ്ട് എങ്ങനെ പറയും? ആ, വെരി ഗുഡ്. അപ്പോൾ ദ ബസ് റൺ ഫാസ്റ്റ്. അപ്പം എന്താണ്? ദ കാർ റൺസ് ഫാസ്റ്റ് അല്ലേ. അപ്പം നോക്കൂ,
നമ്മൾ ബസ് എന്താ നമ്മൾ പറഞ്ഞത്? ദ ബസ് റൺസ് run ഫാസ്റ്റ്. fast. അപ്പൊ കാറോ? The car ആ run ആ. fast. ആ ദ കാർ റൺസ് ഫാസ്റ്റ്. അപ്പം അങ്ങനെ നമ്മൾ എന്ത് സ്പീഡിൽ പോകുന്നത് കണ്ടാലും അതിനങ്ങനെ പറയും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വെഹിക്കിളിൻ്റെ പേര് പറഞ്ഞേ. ഇഷ്ടപ്പെട്ട ഒരു ഇതിൻ്റെ പേര് പറഞ്ഞ വാഹനത്തിൻ്റെ പറയേ. Jeep. ആ ജീപ്പ്. അപ്പം നമ്മൾ ജീപ്പ് സ്പീഡിൽ ഓടുന്നുണ്ടെന്ന് എങ്ങനെ പറയും? ആ പറയ്. The jeep ആ run ആ fast. ആ അപ്പം ജീപ്പ് സ്പീഡിൽ ഓടുന്നില്ല, ദ ജീപ്പ് റൺസ് ഫാസ്റ്റ്. ഇനി അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വെഹിക്കിൾസ് ഉണ്ടല്ലോ, എല്ലാം ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ഓരോന്ന് പറയാം, അതൊന്ന് പറഞ്ഞു നോക്കൂ. ഓട്ടോ എങ്ങനെ? ഓട്ടോറിക്ഷ എങ്ങനെ പറയും? ആ Auto ആ ദ ഓട്ടോറിക്ഷ fast. റൺസ് ഫാസ്റ്റ് കേട്ടാ. അപ്പം നമ്മൾ ആദ്യം ഓടുകയാണ്, പിന്നെ അതിൻ്റെ സ്പീഡ് പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബൈക്കോ? The bike റൺസ് fast. ഫാസ്റ്റ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വേറൊരു വണ്ടി പറഞ്ഞേ, ഒരു വാഹനം പറഞ്ഞേ, വെഹിക്കിൾസ്. ട്രക്ക് ഒന്ന് പറഞ്ഞു നോക്ക്. The truck ദ ട്രാക്ക് റൺസ് ഫാസ്റ്റ്. fast. Look at here. The bus says something. ആ ബസ് എന്തോ പറയുന്നുണ്ടല്ലേ. വാട്ട് ഡസ് ദ ബസ് സേ? എന്താണ് ആ ബസ് പറയുന്നത്? നോക്കൂ. ലുക്ക്. I പിന്നെ the റൺ ആ fast. ഫാസ്റ്റ്. എന്താ ബസ് പറയുന്നത്? ഐ റൺ ഫാസ്റ്റ്. അപ്പം എന്താ ഐ റൺ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്പീഡിൽ ഓടുന്നുണ്ട്. ഐ റൺ ഞാൻ ഓടുകയാണ് എങ്ങനെയാ? ഫാസ്റ്റ്, സ്പീഡിലാണ്. അപ്പോൾ ഇപ്പുറത്ത് നോക്കൂ, നമ്മുടെ കാർ എന്താ പറഞ്ഞേ? മീ ടു. എന്താ കാറ് പറഞ്ഞേ? Me too. ആ അപ്പോൾ ബസ് പറഞ്ഞു ഐ റൺ ഫാസ്റ്റ്, ഞാൻ സ്പീഡിൽ ഓടുന്നുണ്ട്. കാറ് പറഞ്ഞു മീ ടു. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ പോലീസ് ഓഫീസർ എന്തോന്ന് പറയുന്നുണ്ട്. എന്താണ്? അപ്പം എന്താണ്? ഹേയ് എന്നല്ലേ, HEY ഹേയ് എന്ന് പറഞ്ഞാൽ ഒരു ഒച്ചയിടുകയാണ് അല്ലേ പോലീസ് ഓഫീസർ. എന്ത് പോലീസ്? ട്രാഫിക് പോലീസാണല്ലേ. അപ്പം നമ്മളെ ബസ് സ്പീഡിൽ പോവാണ്. അത് കണ്ടിട്ട് കാറ് സ്പീഡിൽ പോവാണ്. ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് പോലീസ് ഓഫീസേഴ്സ് എന്ത് ചെയ്യും? അതിനെ തടഞ്ഞു നിർത്താൻ നോക്കൂലേ. അതെന്തിനാന്നറിയോ? എന്തിനായിരിക്കും? വാഹനങ്ങൾ തമ്മിൽ മുട്ടാതിരിക്കാൻ. വേറൊന്നുണ്ടല്ലേ. പോലീസ് ഓഫീസർ ഹേ എന്ന് വിളിച്ച് പറയുന്നുണ്ടല്ലേ. അപ്പോഴോ അവിടെയുള്ള മറ്റ് അനിമൽസും ബേർഡ്സൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളെ കാറ് മീ ടു പറഞ്ഞിട്ട് സ്പീഡിൽ പോവുകയാണ്, ഫാസ്റ്റിൽ. അപ്പം ആ എലി എന്താ ചെയ്യുന്നത്? കണ്ടോ, അത് പേടിച്ചോടുണ്ടല്ലേ. അപ്പുറത്തുള്ള കോഴിയോ അതും ചിറക് വിടർത്തി പറക്കുന്നുണ്ട്. ഇവരെയൊക്കെ കണ്ടിട്ട് അവർക്ക് പേടിയാവുന്നുണ്ട് അല്ലേ. കണ്ടിട്ട് എന്താ തോന്നുന്നത്? എലിയൊക്കെ പേടിച്ചോടുകയാണ്. എന്താണ്? സ്പീഡിലൊരു കാറും സ്പീഡിലൊരു ബസ്സും വരുന്നത് കണ്ടിട്ട് ഇവയൊക്കെ പേടിച്ചോടുകയാണല്ലേ. അപ്പോൾ എന്തിനാണ് ആ പോലീസ് ഓഫീസർ ഹേയ് എന്ന് പറഞ്ഞ് വിളിക്കണത്? എന്താ തോന്നുന്നത്? എന്തിനായിരിക്കും ഹേയ് എന്ന് പറഞ്ഞ് ഉറക്കെ വെച്ചിട്ട് കൈ പൊന്തിച്ചത്? എന്തിനാണ്? അപകടങ്ങൾ വരും വിചാരിച്ചിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണല്ലേ. കാറും ബസ്സും സ്പീഡിൽ പോയ തമ്മ കൂട്ടിമുട്ടൂലേ. അതാണല്ലേ. വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്ത പേജാണ് എടുക്കാനുള്ളത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കുഞ്ഞു ഗെയിമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ചില കാർഡുകൾ കാണിക്കും. കൂട്ടുകാരെ കാർഡുകളൊക്കെ, ഞാൻ കാണിക്കുന്ന കാർഡുകളൊക്കെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വരയ്ക്കണം കേട്ടോ. ചിത്രം വരച്ച് അതുപോലെ ഉണ്ടാക്കണം. റെഡിയല്ലേ? അപ്പം ഞാൻ കാർഡ് കാണിക്കും, അതെന്താന്ന് പറയണം കേട്ടോ. ഓക്കെ. വാട്ട് ഈസ് ദിസ്?
ഇത് ഫോണിലുള്ള ഇമോജി. ആ ഇമോജി അല്ലേ? ഇത് കണ്ടിട്ടില്ലേ കൂട്ടുകാര്? ആ കുറേ കണ്ടിട്ടില്ലേ? യെസ്, ഇറ്റ്സ് ആൻ ഇമോജി. ഇതെന്താണ്? ഇമോജി ആണ് അല്ലേ? അപ്പോൾ നോക്ക്, ഞങ്ങൾ ചെയ്യേണ്ടത് ഇമോജി. ഇത് എന്താ ചെയ്യുന്നത് ഇമോജി? ഇത് ഹാപ്പി ആണോ, സാഡ് ആണോ, അതോ ലാഫിങ് ആണോ, ക്രൈയിങ് ആണോ? എന്താ തോന്നുന്നേ? ക്രൈയിങ്. ആ ഇതൊരു ക്രൈയിങ് ഇമോജി ആണ് അല്ലേ? കൂട്ടുകാർക്ക് കരയാനറിയോ? ആ ഇതെന്താണ്? ഇത് ക്രൈ ചെയ്യല്ലേ അല്ലേ? ഈസ് ഇറ്റ് എ ലാഫിങ്? നോ അല്ലേ? ഇത് ചിരിക്കാണോ? അല്ല. എന്താ ചെയ്യുന്നത്? ആ ക്രൈയിങ് ആണ് അല്ലേ? അപ്പൊ ഒന്ന് കരഞ്ഞേ, ഒന്ന് ക്രൈ ചെയ്തേ. ആ വെരി ഗുഡ്. നിങ്ങളെ കരച്ചിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇങ്ങനെ ഭംഗിയിലൊക്കെ കരയാൻ വയ്ക്കുമോ? ആ വെരി ഗുഡ്. അപ്പോൾ ഇനി ഞാൻ വേറൊരു ഇമോജി കാണിക്കും ഇമോജി. അപ്പോൾ അതെന്താന്ന് പറയണം കേട്ടാ. ക്രൈ ആണോ, ലാഫാണോ, അതുപോലെ ആംഗ്രി ആണോ, സാഡാണോ എന്ന് പറയണം. അപ്പം നമുക്ക് നോക്കാം അല്ലേ പുതിയ കാർഡ്. ഹാ ലുക്ക് അറ്റ് ദ പിക്ചർ. കണ്ടാൽ തന്നെ എന്ത് വരുന്നുണ്ട്? നമുക്ക് ലാഫിങ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഈസ് ഇറ്റ് ക്രൈയിങ്? നോ. ഈസ് ഇറ്റ് ലാഫിങ്? ആ യെസ്, അത് ചിരിക്കുകയാണല്ലേ. യെസ്, ലാഫിങ്, ഇത് ചിരിക്കുകയാണല്ലേ. അപ്പൊ കൂട്ടുകാർക്ക് ചിരിക്കാൻ അറിയോ? ആ ലാഫിങ് അറിയില്ലേ? ആ എന്നാ ഒന്ന് ചിരിച്ചേ. ലാഫിങ്. ആ വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ചിരിക്കാനും അറിയാലോ. ഇനി ഞാൻ വേറൊരു ഇമോജി കാണിക്കും. അപ്പം നിങ്ങളത് കാണാൻ റെഡിയല്ലേ? ആ കാണിക്കുമ്പോൾ അതിൻ്റെ ഇമോഷൻസ് നിങ്ങൾ കാണിക്കണം കേട്ടാ. ഓക്കെ. ആ ലുക്ക് അറ്റ് ദ പിക്ചർ, ലുക്ക് അറ്റ് ദ കാർഡ്. ഇവിടെ എന്താണ്? ലാഫിങ് ആണോ, ക്രൈയിങ് ആണോ, ആംഗ്രി ആണോ? ആ ഇസ് ഇറ്റ് ആംഗ്രി? ആ ആംഗ്രി ആണല്ലേ. അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് ആംഗ്രി ആയിട്ട് തന്നെ. അയ്യോ പേടിയാവണോ, പേടിയാവണോ? മതി മതി മതി. ആ നല്ല ആംഗ്രി ആവാൻ കഴിയുമല്ലോ. ഓക്കെ വെരി ഗുഡ്. ഇനി നമുക്ക് ഒന്നും കൂടെ പഠിക്കാം അല്ലേ? ലുക്ക് അറ്റ് അതർ കാർഡ്. ഇവിടെ എന്താണ്? ചിരിക്കുകയാണോ, ലാഫിങ്, ആംഗ്രി, ക്രൈയിങ് അല്ലല്ലേ? ആകെ എന്താ ക്രൈ, കണ്ണുനീരൊന്നും വരുന്നില്ല. പക്ഷെ ആള് മൂഡ് ഓഫ് ആണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? സാഡ്. ആകെ സങ്കടം വന്നിരിക്കുകയാണ്. സാഡ്. നിനക്ക് സങ്കടം പിടിക്കാനറിയോ? കഴിയോ? ഉറപ്പാണ്? ഇതൊന്ന് സാഡായിക്കേ. അപ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? സാഡ് ഏതാന്നറിയാ, ഹാപ്പി ഏതാന്നറിയാ. സാഡ്, ലാഫിങ്, ആംഗ്രി, പിന്നെ ഏതാണ്? ഏതായിരുന്നു? ലാഫിങ് നമ്മൾ കണ്ടു, സാഡ് കണ്ടു, ക്രൈയിങ് കണ്ടു, പിന്നെ ആംഗ്രി അല്ലേ? ഈ 4 കണ്ടു. ഇനിയാണ് നമ്മളെ ഗെയിം. ഞാൻ ഓരോ വേർഡ് പറയും, ടീച്ചർ ഓരോ വേർഡ് പറയും. സാഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സങ്കടമായി നിൽക്കണം. റെഡിയാണോ? റെഡി. അതുപോലെ ക്രൈ എന്ന് പറഞ്ഞാലോ കരയണം. റെഡിയാണോ? റെഡി. ലാഫിംഗ് എന്ന് പറഞ്ഞാലോ ചിരിക്കണം. അങ്ങനെ ഓരോന്നും ചെയ്യണം. റെഡിയല്ലേ? റെഡി. ലെറ്റ്സ് സ്റ്റാർട്ട് എ ഗെയിം. യെസ്. റെഡി? റെഡി. ഇനി ഞാൻ എന്ത് പറയാം അതുപോലെ ചെയ്യണം. റെഡി അല്ലേ? റെഡി. ആ ഓക്കെ. ലാഫ്, ക്രൈ, ആംഗ്രി, സാഡ്. ഓക്കെ, നിങ്ങളെ ഫേസ് അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഒന്നുകൂടെ കളിക്കുക അല്ലേ? ലാഫ്, ക്രൈ, സാഡ്, ആംഗ്രി. ഇപ്പം പഠിഞ്ഞല്ലോ അല്ലേ ഏതൊക്കെ ഇമോഷൻസ് ആണെന്ന് പഠിഞ്ഞല്ലോ. അപ്പം നമ്മൾ ലാഫ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും ചിരിക്കണം അല്ലേ? ലാഫ്. ക്രൈ എന്ന് പറഞ്ഞാലോ കരയണം.
അതുപോലെ എന്ത് ചെയ്യും, സാഡായാലോ സാഡായിട്ടിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ആംഗ്രി ആയാലോ ദേഷ്യത്തിലിരിക്കുക. ഒന്നും കൂടെ ഗെയിം ഇട്ടില്ലേ, അതേപോലെ കാണിക്കുന്നുണ്ട്. വെറുതെ ഫോണ് കണ്ടുകൊണ്ടിരിക്കരുത് കേട്ടാ. അതുപോലെ ചെയ്യണം, ചെയ്യുന്നത് ശരിയാ നോക്കണം. ഓക്കെ. ലാഫ്. എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ. ഗുഡ്. സാഡ്. സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ശരിയാണ്. ഇനിയോ ഹാങ്ക്രി. യോ ദേഷ്യപ്പെട്ടോ. അതും ശരിയാണ്. ഇനിയോ ക്രൈ. യോ കരഞ്ഞ് 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 കരഞ്ഞ്. അപ്പം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് ആ വേർഡ്സുകൾ ഒന്ന് വായിച്ചു നോക്കാം അല്ലേ? അപ്പം നോക്കിട്ടാ, നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എന്താ വേർഡ്? ലാഫ്. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരി. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരി. ഇനിയോ ക്രൈ. രണ്ടാമത്തെ എന്താ? ക്രൈ. ക്രൈ. മൂന്നാമത്തേതോ? സാഡ്. സാഡ്. സാഡ് പറഞ്ഞാൽ സങ്കടം. ലാസ്റ്റ് വൺ ഹാങ്ക്രി. ഹാങ്ക്രി. ആംഗ്രി. അപ്പോൾ ദേഷ്യം. ഇനി നമുക്കൊന്നും കൂടെ വായിച്ചു നോക്കാം അല്ലേ? എൻ്റെ കൂടെ വായിക്കണം കേട്ടോ. ലാഫ്. ലാഫ്. ക്രൈ. ക്രൈ. സാഡ്. സാഡ്. ആംഗ്രി. ഹാങ്ക്രി. അഗെയിൻ ഒന്നും കൂടെ. ലവ്. ലാഫ്. ക്രൈ. ക്രൈ. സാഡ്. സാഡ്. ആംഗ്രി. ആംഗ്രി. ഇനി ഒറ്റക്കൊന്ന് വായിച്ചു നോക്കിയേ. ലാഫ്. ലവ്. പിന്നെ ക്രൈ. ക്രൈ. പിന്നെ സാഡ്. സാഡ്. ലാസ്റ്റ് വൺ എങ്ങനെ വായിക്കും? Angry. ആംഗ്രി. ആംഗ്രി. അപ്പോൾ ഇത് വായിക്കാൻ പഠിഞ്ഞു അല്ലേ? നമ്മൾ ഇതുവരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാൻ ഈ വീഡിയോയിൽ ലെങ്ത്ത് കൂടും, അതുകൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരൊക്കെ മടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്, അതിൻ്റെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ന് ചെയ്യേണ്ടത് ഇതുപോലെ ഇമോജീസ് വരയ്ക്കാം. നല്ല രസമാവും. ഒരു പ്ലേറ്റോ ഒരു എന്തെങ്കിലും എടുത്തിട്ട് വട്ട സർക്കിളിൽ ഇത് വെച്ചിട്ട് വട്ടം വരയ്ക്കുക. പിന്നെ കണ്ണ് വരയ്ക്കുക. കരയുന്നത് ചിരിക്കുന്നത്. അങ്ങനെ ആംഗ്രി. നല്ല രസമല്ലേ ഇമോജി വരയ്ക്കാൻ? അപ്പം എന്ത് ചെയ്യുക, ഇമോജി വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നേരെ ഇമോജിയുടെ ഇമോഷൻസ് എന്താണെന്ന് എഴുതുക. ചിരിക്കുന്നതാണെങ്കിൽ ലവ്, ക്രൈ ചെയ്യുന്നതാണെങ്കിൽ ക്രൈ, അതുപോലെ സങ്കടമുള്ളതിന് സാഡ്, അതുപോലെ ദേഷ്യപ്പെടുന്നതിന് ആംഗ്രി എന്ന് എഴുതുക. ഓക്കെ. അപ്പം നമ്മളിനി ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലിടാം. അപ്പം നിങ്ങൾ ഇനി ബാക്കി കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ വീണ്ടും എന്ത് ചെയ്യണം, തുടർന്ന് കാണാം. ഓക്കെ, ബൈ.